ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് നോക്കിയേ അങ്ങോട്ട് മരുഭൂമിയിൽ അടിപൊളി. മണൽ പോലും കാണാതെ അത്രയ്ക്കും തിക്കായിട്ടാണ് ചെടികൾ ഉണ്ടായേക്കണേ. ഓ നോക്കിയേ, നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. എനിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്. കണ്ടില്ലേ മരുഭൂമി കൂടെ ഒട്ടകം പോകുന്നുണ്ടോ? കണ്ടില്ലേ? ഓ നൈസ്. അവിടെ കുറേ ഉണ്ട്, അവിടെ കുറേ ഒട്ടകങ്ങളുണ്ട് കേട്ടല്ലേ. നമ്മളങ്ങനെ ഏകദേശം സൽവ ബോർഡർ എന്ന് വെച്ചാൽ സൗദിയുടെ ബോർഡർ എത്താറായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഖത്തറിൻ്റെ ബോർഡറിലേക്ക് കയറുന്നത്. അപ്പോൾ സൽവ ബോർഡറിലേക്ക് ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളു കാണിക്കുന്നത്. സൽവ ബോർഡർ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗദി കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഖത്തർ ബോർഡറിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ സൗദി ബോർഡർ കഴിഞ്ഞു, അവിടുത്തെ കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞു. ബാക്കിൽ കാണുന്നതാണ് സൗദി ബോർഡർ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളുടെ ഇടയ്ക്ക് ഉള്ള ഒരു തരിശായ ഭൂമിക്ക് പറയുന്നതാണെന്ന് തോന്നുന്നു നോമാൻസ് ലാൻഡ്. അതാ ഇതുണ്ടല്ലേ, ആണ് നോമാൻസ് ലാൻഡ്. എന്ന് വെച്ചാൽ മനുഷ്യവാസം 2 രാജ്യങ്ങളുടെ ഇടയ്ക്കുള്ള ബോർഡറിൽ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നു. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ അതാണ് നോമാൻസ് ലാൻഡ്. അങ്ങനെ ഖത്തർ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം എല്ലാവരെയും അവിടുന്ന് ചൂടാവുന്നുണ്ടായിരുന്നു ഇമിഗ്രേഷൻ ഓഫീസർ. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തു. അപ്പം നമ്മൾ ഖത്തറിലേക്ക് കയറി. ഖത്തർ ഏകദേശം 58 മിനിറ്റാണ് കാണിക്കുന്നത് ഗൂഗിളിൽ. അപ്പോൾ 58 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു സർപ്രൈസ് അങ്ങ് പൊളിക്കാം. ഓക്കെ അപ്പോൾ ഡ്രൈവ് ചെയ്യട്ടെ കേട്ടോ. നമ്മളങ്ങനെ ദോഹയിലെത്തി. മെഡിക്കൽ സിറ്റിൻ്റെ ഉള്ളിൽ കയറി, അഹമ്മദ് മെഡിക്കൽ സിറ്റിൻ്റെ ഉള്ളിൽ. ഇതാണ് അവരുടെ അക്കോമഡേഷൻ. ഓക്കെ, ഇനി വണ്ടി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും. ടേബിളൊക്കെ കൊണ്ട സ്റ്റൂള് പോലത്തെ ഇതെടുത്ത് ആ പാർക്കിലേക്ക് പോകാൻ നമുക്ക്. അതാണ് ഹോസ്റ്റല്, അവിടെ ആയിട്ടാണ് പാർക്ക്. അവിടെയാണ് പാർക്ക്. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ കേക്കായിട്ട് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ടേബിൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതാ പോകുന്നവർ. ഇതാ സുഗു, സുഗു ബ്രോ. ഇത് വിനില. ഇവർ രണ്ടുമാണ് നമുക്ക് സർപ്രൈസിന് സപ്പോർട്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അവരെ ഇതാണ് അഹമ്മദിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യണത്. സുഗു തല കറങ്ങി വീണു എന്നും പറഞ്ഞ് അവളെ വിളിച്ചിട്ടുണ്ട്. മതിയാ. സുഗന്യക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സുഗന്യ ഇവിടെ തലചുറ്റി വീണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്.
സുകന്യ ഞങ്ങൾ വന്ന ബലൂണൊക്കെ വീർപ്പിച്ച് ബലൂണോടുകൂടി നിൽക്കുകയാണ്. അതാ അവിടെ തിരക്കഥ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയതമ വിളിച്ച് അവളോട് വരാൻ, ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ ഇവിടെയാണ്, വേഗം വരാനൊക്കെ പറയുന്നുണ്ട്. അതാ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഹോസ്റ്റല്, അവിടെ നിന്നാണ് വരേണ്ടത്. നോക്കാം. വെയിറ്റിംഗ് ഈ വഴി വരണം. അതെ, അവരും വെയിറ്റിംഗ്, നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഹലോ, നീ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് വന്നേ, ലെഫ്റ്റിലേക്ക്. ഒരാളെ എമർജൻസി അല്ല, അതവിടെ മുഖത്ത് കാണാനുണ്ട്. അയ്യോ കരയുന്നേ, ജിത്തിപ്പിക്കോ കരയുന്നേ. നിന്നോട് പറഞ്ഞ സർപ്രൈസ് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നാലും ഞാൻ വെച്ച ഫുഡ് പോയിസൺ ഒക്കെ ആയി പാവത്തിനെന്ന്. എനിക്ക് തളർന്നു. അല്ല, ഇറങ്ങി വീഴരുത് പ്ലീസ്. എന്തേലും ഒരു ഡൗട്ട് ഇന്നും തോന്നിയോ? ആ, നീ മുടി വെച്ചിട്ടേ മാസ്ക് മാറ്റ്. ആ, ഐഡി കാർഡ് വേണമെങ്കിൽ മാറ്റിക്കോ. ആ, ഇന്നല്ല എല്ലാവർക്കും ഉണ്ടോ? ഇരിക്കുന്നില്ല തലേ. ഇപ്രാവശ്യം എനിക്ക് ടെൻഷനേ അടിക്കേണ്ട വന്നില്ലല്ലോ. Happy birthday to you. Happy birthday to you. Happy birthday dear Jetimon. Happy birthday to you. God bless you dear. Okay, bye. അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. സർപ്രൈസിന് സഹായിച്ച ഇതിനിലേക്കും സുഗുനും നന്ദി. ഇതില് അഭിനയിക്കാൻ വന്ന ശശിചേട്ടനും നന്ദി. ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ആഘോഷമൊക്കെ കഴിഞ്ഞു, പക്ഷെ ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നു. ഗിഫ്റ്റ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. പ്രിയതമേ, സൗദി वाला का एक छोटा गिफ्ट. തുറന്നോക്ക്. കുറേയായി സ്മാർട്ട് വാച്ചിന്റെ ഒരു ആഗ്രഹം ഇങ്ങനെ പറയുന്നു. അപ്പൊ നമ്മൾ സ്മാർട്ട് വാച്ച് കൊടുത്തിരിക്കുകയാണ്. ഹുവായുടെ സ്മാർട്ട് വാച്ചാണ്. ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഞങ്ങൾ ഇട്ടു കേട്ടോ.
ഓക്കെ, സന്തോഷായ? സർപ്രൈസ് എങ്ങനെയുണ്ട്? സൂപ്പർ.